ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണ സബോള ചമ്മന്തിയാണ്. നമ്മൾ ഇതിനു മുമ്പ് സബോള ചമ്മന്തി ഈ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അതിനേക്കാളും ഒരു വെറൈറ്റി സബോള ചമ്മന്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ സബോള ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തുള്ള കപ്പ നമ്മൾ പിഴുത് അത് അരിഞ്ഞ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം, കഴിച്ചു നോക്കാം, ടേസ്റ്റ് ചെയ്തപ്പോൾ സബോള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളത്, വെറൈറ്റി സബോള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ നമ്മുടെ സബോള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ പച്ചമുളക് നമ്മൾ 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സബോള ചമ്മന്തി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. മിക്സിയിലേക്ക് ആദ്യം മുളക് ഇടുകയാണ്, പച്ചമുളക്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സബോളയും അതുപോലെ നമ്മുടെ കരിവേപ്പിലയും കൂടി നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ് കുറേശ്ശായിട്ട്. മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. 1-2 സ്പൂൺ ഒഴിക്കാൻ നമുക്ക്. ഞാൻ കുറച്ചേ ഒഴിക്കണുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആവശ്യത്തിന് നമ്മൾ ഉപ്പിടാണ്. ഒരു 2 ടീസ്പൂൺ ഉണ്ട് ഇതിനകത്ത്. എന്തായാലും അതിടാണ് നമ്മൾ. എന്തായാലും മിക്സിയിൽ നമ്മൾ അത് അരച്ചെടുക്കാൻ പോവാണ്. നല്ല രീതിയിൽ അരച്ചെടുക്കുകയാണ് മിക്സിയിൽ. അതിലും നമ്മൾ സബോള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സബോള ചമ്മന്തി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കപ്പ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കപ്പ ഉണ്ടായത്. അത് നമ്മൾ നോക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് രണ്ടും കൂടി. നമുക്കിത് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇങ്ങനെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം, എന്നിട്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.